നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 14/7/2026 ചൊവ്വാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില ഇന്ന് നേരിയ ഇടിവാണ്. 1 ഗ്രാമിൻ്റെ മുകളിൽ 10 രൂപയും 1 പവൻ്റെ മുകളിൽ ഇപ്പോൾ 80 രൂപയാണ് ഇന്ന് സ്വർണ്ണവില ഇടിഞ്ഞത്. വിപണി നിശ്ചലമായ വാരാന്ത്യത്തിന് ശേഷം ഇന്നലെ സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വിശദമായി നോക്കുമ്പോൾ ഇന്ന് വൈകിട്ടത്തെ സ്വർണ്ണവില 22 ക്യാരറ്റ് 1 ഗ്രാം 13,090, 1 പവൻ 1,04,720. അതേസമയം 24 ക്യാരറ്റ് 14,280, 1 പവൻ 1,14,240. അതുപോലെ 18 ക്യാരറ്റ് 10,710, 1 പവൻ 85,680. അതേസമയം വെള്ളിയുടെ വില നോക്കുമ്പോൾ 1 ഗ്രാമിന് 235, 10 ഗ്രാമിന് 2,350 രൂപയാണ്. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 279, RSS 5 കിലോ 274, ISN 20 238, ലാറ്റക്സ് 60% 181.75. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 279, RSS 5 കിലോ 274. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 271, RSS 5 268. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 294, 37 പൈസ, RSS 2 292, 65 പൈസ, RSS 3 291, 7 പൈസ, RSS 4 290 രൂപ 21 പൈസ, RSS 5 289 രൂപ 77 പൈസ. ഇതാണ് വിദേശ വില. വൈകിട്ടത്തെ റബ്ബർ വില നോക്കുമ്പോൾ രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 രൂപയാണ് RSS 4-ഉം 5-ലും കൂടിയിരിക്കുന്നത്. അതേസമയം ISN 20 2 ലാറ്റക്സിൽ 1 രൂപയാണ് കൂടിയിരിക്കുന്നത്. അതിന് ലോകത്തിൽ ഫുട്ബോൾ ലഹരിയിൽ മുങ്ങിയിരിക്കുകയാണ് മിക്ക ആൾക്കാരും. എന്നാൽ 140 കോടിയിലധികം ജനസംഖ്യയുള്ള ഇന്ത്യക്ക് ഇതുവരെ ഒരു ഫിഫ ലോകകപ്പിലേക്ക് യോഗ്യത നേടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഓരോ ജംഗ്ഷനിൽ തോറും ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ കട്ടൗട്ട് വെച്ചേക്കാണ്. അർജൻറ്റീന, പോർച്ചുഗൽ, ബ്രസീലിനൊക്കെ ശക്തമായ ഫോട്ടോകളാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ വെക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഫുട്ബോൾ കളിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഒരുപക്ഷേ പ്രശ്നം നമ്മുടെ സിസ്റ്റത്തിലായിരിക്കാം. നമ്മുടെ ഗ്രാസ് റൂട്ട് വികസനത്തിലും പരിശീലന സംവിധാനങ്ങളിലും യുവതാരങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളിലുമാകാം. ഇന്ത്യയിൽ പ്രതിഭകൾക്കൊരു കുറവുമില്ല. അവർക്ക് ആവശ്യമായത് ശരിയായ പരിശീലനവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും അന്താരാഷ്ട്ര നിലവാരമുള്ള അവസരങ്ങളുമാണ് വേണ്ടത്. അതിൽ ഓരോ ഗവൺമെൻറ് മുൻകൈ എടുത്ത് വേണ്ട രീതിയിൽ നല്ല കളിസ്ഥലം ഉണ്ടാക്കിയാൽ ഫുട്ബോൾ പ്രേമികൾ നമ്മുടെ നാട്ടിലും കൂടും. അങ്ങനെ ഫിഫ വേൾഡ് കപ്പിലും നമുക്കും പങ്കെടുക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ.